ഹേ ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം വന്നിട്ട്? അപ്പോൾ ഇന്ന് വന്നിട്ട് ഈസ്റ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കുഞ്ചും നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ആക്ച്വലി പള്ളിയിൽ പോയിട്ടില്ല. അപ്പം ഈവനിങ് ആണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തന്നെ അടുത്ത് തന്നെ ആയിട്ടൊരു പള്ളിയുണ്ട്, സെൻറ്റ് പോൾസ് ചേർച്ച്. കാൽവരി ഹിൽസിലാണ് ലൊക്കേഷൻ വരുന്നത്. സോ അവിടേക്കാണ് ഞങ്ങൾ പോകാൻ പോണത് കേട്ടോ. ഞങ്ങൾ അധികം ആ പള്ളിയിലാണ് പോക്കുള്ളത്. അധികം ഈവനിങ്സൊക്കെ ചുമ്മാ ഞങ്ങൾ അവിടെ പോയി ഇരിക്കലൊക്കെ ഉണ്ട്. കാരണം ഭയങ്കര റിലാക്സിങ് ആണ് അവിടെ ഇരിക്കുക എന്നുള്ളത് കേട്ടോ. സോ അങ്ങനെ ഞങ്ങൾ രണ്ടാൾക്കാരും പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൺഫ്യൂഷനായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡോർ അടയ്ക്കാനുള്ള ചാവി കാണില്ലേനും. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലത്തും തപ്പി പിന്നെ അമ്മേൻ്റെ ബാഗിൽ നിന്ന് കണ്ട ഒരു കൂട്ടം ചാവി ഉണ്ട്. കാരണം നമ്മളെ മറ്റേ ഷോപ്പുകളൊക്കെ ചാവി എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചതാണ്. അപ്പോൾ ആ കൂട്ടം ചാവികൾ എടുത്തിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ. പിന്നെ വണ്ടിക്കാണ് പോണത്. അപ്പോൾ ഹെൽമെറ്റ് മസ്റ്റായിട്ട് നമ്മൾ ഇടുക. ഒരാളാണ് രണ്ടാളാണെങ്കിലൊക്കെ ആണെങ്കിൽ ഹെൽമെറ്റ് നമ്മൾ എന്തായാലും ഇടുക കേട്ടോ. ഇത് പറയുമ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ്, ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് പോക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വാതിലൊക്കെ സെറ്റായിട്ട് അടച്ചു. ഇനി നമ്മൾ നേരെ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:45 4:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പിന്നെ കുഞ്ചു അതാ റെഡിയാണ്. കുഞ്ചുവിനോട് ഞാൻ കറക്റ്റ് 4:15 വരാൻ പറഞ്ഞവൾ കറക്റ്റ് 4:15 തന്നെ വീട്ടിലെത്തി കേട്ടോ. സോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പോവുകയാണ്. പിന്നെ ഞാൻ ഓൾറെഡി വാതിൽ പൂട്ടിയതാണ്. പക്ഷേ സ്റ്റിൽ എനിക്ക് ചെറിയൊരു സംശയം വന്നു, ഞാൻ പൂട്ടിയില്ല ഇനി മര്യാദയ്ക്ക്. അപ്പോൾ ഞാൻ കുഞ്ചുവിനെ ഒന്നുകൂടി അങ്ങോട്ട് പറഞ്ഞയച്ചു അവിടെ പൂട്ടിയില്ലെന്ന് നോക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഈ ഒരു സംശയം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്നുള്ളത്. ആൻഡ് നമ്മൾ ഫൈനലി ചേർച്ചിലെത്തി. ഇവിടെ കാൽവരി ഹിൽസിലെത്തി കേട്ടോ, സെൻറ്റ് പോൾസ് ചേർച്ച്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ് കാണാനായിട്ട്. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഈവനിങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കാര്യമായിട്ട് ആൾക്കാരൊന്നും ഇല്ലേനു. ഞങ്ങളവിടെ പോയപ്പം 1-2 ആൾക്കാരുണ്ടേനു, അത് മാത്രമേ ഉള്ളേനു കേട്ടോ. വേറെ അങ്ങനെ കാര്യമായിട്ട് ഭയങ്കര ക്രൗഡഡൊന്നും അല്ലേനു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എന്താ പറയുക, കുറച്ച് നേരമൊക്കെ ഇരുന്നു, കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്തു. ഇവിടെ നല്ല കാറ്റടിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ പുറത്താണ്. പക്ഷെ എന്നാലും അങ്ങനെ വെയിൽ കാര്യങ്ങളൊന്നും ഇല്ലേനു. നമ്മൾ ഏകദേശം ഒരു ഈവനിങ് ആണല്ലോ പോയത്. അപ്പം വെയിലും കാര്യങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ടേനു. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ ഭയങ്കര സുഖമായിട്ട് ഇരിക്കുകയാണ് ഞാനും കുഞ്ചും. ഓക്കെ, ഈ ഒരു മരം കണ്ടോ നിങ്ങൾ? ഈ മരം എനിക്ക് അറിഞ്ഞുകൂടാ അത് എന്താണ്, ഇതിൻ്റെ പൂവ് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിങ്ങനെ എപ്പോഴും ഏത് സീസണിൽ പോയാലും ആ മരത്തിൻ്റെ മേലെ ഇതുമാതിരി പൂവുണ്ടാവും കേട്ടോ. പിന്നെ അതിങ്ങനെ താഴത്തേക്ക് കുറേ ഇങ്ങനെ എന്താ പറയുക, ചിന്തി കിടപ്പുണ്ട്. ചിന്തി എന്നല്ല അത് പറയുക, എന്താ പറയുക, കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് അതിൻ്റെ താഴെ മൊത്തം ഒരു റെഡ് കളറിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും കുഞ്ചും നേരെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു കേട്ടോ. അപ്പം നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. പിന്നെ ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും നടക്കുന്നതാണ് പറയുക. അപ്പോൾ ഞാനും എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടോ. എനിക്കറിയില്ല അത് നടക്കുമോ ഇല്ലേ എന്നുള്ളത്. ബട്ട് സ്റ്റിൽ മേ ബി ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അറിയാൻ പറ്റുമോ അത് നടന്നോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. പക്ഷെ എന്താണെങ്കിലും ഞാൻ നല്ല പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ, സ്റ്റിൽ നോക്കാം നമുക്ക്. സോ അങ്ങനെ ഞാനും കുഞ്ചി അവിടുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളിതാ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് കുറച്ച് നേരം നടന്നു കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഈ ചേർച്ച് കാണാനായിട്ട്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ ഒരു പള്ളി, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 12th ഡിഗ്രി ആ ഒരു ടൈം പഠിക്കുന്ന സമയത്താണ് ഈ പള്ളീൻ്റെ കംപ്ലീറ്റ് ഒരു റിനോവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായത് കേട്ടോ. അതായത് ഇവിടെ മൊത്തമായിട്ട് ആ ഒരു ഏറ്റവും എൻഡിലൊരു ഗേറ്റ് ഉണ്ട്. സോ ആ ഒരു ഗേറ്റ് തൊട്ട് പിന്നെ ഈ ഒരു എൻഡ് വരെ കംപ്ലീറ്റ് ഇതുപോലുള്ള രൂപങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വർഷമായിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു എന്താ പറയുക, പുതിയൊരു റിനോവേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ താഴേന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ കൂണി കയറി മുകളിലേക്ക് വരികയാണ്. അപ്പോൾ മുകളിലായിട്ട് നമുക്ക് ജീസസിൻ്റെ വലിയൊരു ക്രോസ് ഉണ്ട് കേട്ടോ. ലൈക്ക് നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. അപ്പം ഇവിടെ കണ്ടോ, ഇത് കുറച്ചൊരു പൊന്തിയുള്ളൊരു ഏരിയ ആണ്. അതായത് ഈ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ മേലേക്ക് വന്നതാണ്. അപ്പം ഇവിടെ കണ്ടോ ജീസസ്, ഈ ഒരു വലിയൊരു ക്രോസ് ഇവിടെ ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി താഴേന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നു. ആൻഡ് ഇവിടെയും കൂടെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെരുപ്പൊക്കെ ഉരി വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. ആൻഡ് പിന്നെ പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അതായത് ഈ ഒരു ചേർച്ച്, സെൻറ്റ് പോൾസ് ചേർച്ച് എന്ന് പറയുന്നത്
ഭയങ്കര ഓൾഡായിട്ടുള്ളൊരു എന്താണ് മൊണസ്റ്ററിയാണ്. അതായത് ഇത് ഏകദേശം ഒരു 1936 തൊട്ടിട്ട് ഇവിടെ ഈ ഒരു ചേർച്ച് ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഫീൽ ഗുഡ് ആയിട്ടുള്ള ഭയങ്കര പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ആയിട്ട്, പിന്നെ എന്താ പറയുക, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സ്പിരിച്വൽ പ്ലേസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ സെൻറ്റ് പോൾസ് ചേർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഞാനും കുഞ്ചും നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇവിടെ ഇത് കണ്ടോ, ഇതുപോലൊരു കൈൻഡ് ഓഫ് പ്ലാന്റ് ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ ഇതിൻ്റെ പേരെന്താണെന്നുള്ളത്. എനിക്കൊരു സംശയം വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്കോറിയത്തിലൊക്കെ ഇടലില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ചെടിയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി. നമ്മൾ ആദ്യം ഒരു വരുന്ന വഴിക്ക് നമ്മളൊരു പ്രിങ്കിൾസ് ഒക്കെ വാങ്ങി. അങ്ങനെ അതാ കുഞ്ചും ഞാനും ഇതാ വീട്ടിലെത്തി കേട്ടോ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. പിന്നെ എന്താണ് നിങ്ങളുടെ ഈസ്റ്റർ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. Till then, bye.